Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കടായി പനീറാണ്. കടായി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം, അതിലോട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പനീർ ഫ്രൈ ചെയ്തിട്ട് ഈ വെള്ളത്തിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പനീർ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നതും പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഒരു 4 സൈഡും പനീറിൻ്റെ 4 സൈഡും ഒന്ന് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പാൻ വെച്ചിരിക്കുന്നതും. അപ്പോൾ പാൻ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പനീറിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കടായി പനീറിലേക്ക് നല്ല ഫ്ലേവർ തരും. ഞാൻ കാണിച്ചിരുന്നതും ധാബ സ്റ്റൈൽ കടായി പനീറാണ്. ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം പനീർ 4 സൈഡും ഇതേമാതിരി ഒരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീയ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടോളൂ. അപ്പം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ്. മുമ്പ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാനിപ്പോൾ വേറെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണ, നല്ലെണ്ണ, ഒലീവ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നവരെ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് 4 സൈഡും ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ചുടുവെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ, ഒരു നുള്ളു ഉപ്പിട്ടിട്ട് അതിലോട്ട് ഇടണം. അപ്പോൾ പനീർ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം. കടായി മസാല പൗഡർ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതേമാതിരി ഈ ഒരു കടായി പനീർ റെസിപ്പിക്ക് നമുക്ക് കാരമലൈസ്ഡ് ഓനിയൻ വേണം. ആ വീഡിയോയും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് എല്ലാം ഞാനിപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. മേലെയും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാവും. അപ്പം കണ്ടോ, ഗോൾഡൻ ബ്രൗൺ നിറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 4 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം വാങ്ങി ആ ചുടുവെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിൽ നമുക്ക് ബാക്കി ക്യാപ്സിക്കവും, കടായി പനീറിൻ്റെ ബാക്കി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്യാപ്സിക്കം, സവാളയും അല്ലേ, അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കണം. ഓക്കെ, അതിൻ്റെ ക്രിസ്പ്നെസ് ഒന്നും പോകാൻ പാടില്ല, ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ അത് ഒന്ന് സോഫ്റ്റായി വരും വേണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം, ഒരു കുഞ്ഞ് സവാള വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. കടായി പനീറിന് അറിയാലോ, എല്ലാം വലിയ വലിയ പീസസ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക. അതേമാതിരി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ആ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് സവാള ഒന്ന് സോഫ്റ്റ് ആവണ പാകം, അത്രയും മതി. അപ്പോൾ ഓവർ കുക്കാവില്ല, എന്നാൽ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോട്ടേ വന്നോളും. ഓക്കെ, 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്കതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഞാൻ പറഞ്ഞു വന്നത് കാരമലൈസ്ഡ് ഓനിയൻ്റെ കാര്യം. കാരമലൈസ്ഡ് ഓനിയൻ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ കറിക്ക് നമുക്ക് മസ്റ്റാണ്. ഇതിലാണ് ധാബ സ്റ്റൈൽ കടായി പനീറിൻ്റെ ഫ്ലേവർ മുഴുവൻ വരുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ ഈ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. കണ്ടോ, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. എൻ്റെ കളറൊന്നും മാറിയിട്ടില്ല, ശ്രദ്ധിച്ച് നോക്കൂ. ക്യാപ്സിക്കത്തിൻ്റെ സവാളയുടെ ഒന്നും കളർ മാറിയിട്ടില്ല. പക്ഷേ ക്യാപ്സിക്കവും സവാളയെല്ലാം ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട പാകം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇതേ പാനിലോട്ട് തന്നെ ഞാൻ വീണ്ടും ഒരു 2 ടീസ്പൂണോടെ എണ്ണ ഒഴിച്ചു. ഇതിലോട്ട് നമുക്ക് ഒരു 3 ചെറിയ വെളുത്തുള്ളി ഞാൻ കുഞ്ഞായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 കുഞ്ഞ് വെളുത്തുള്ളിയാണ്, അത് കുഞ്ഞായി അരിഞ്ഞു വെച്ചതാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തു. എണ്ണ ചൂടായിരിക്കുകയാണ്. അതിലോട്ട് അതൊന്നൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നാൽ, അതായത് ഒരു പച്ചമണമൊന്നും മാറി വന്നാൽ നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ
ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പാതിയാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ തക്കാളി മുഴുവനായിട്ട് ചോപ്പ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഹാഫും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാളി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി തക്കാളി സോഫ്റ്റ് ആവണ വരെ, അതായത് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്ക് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. തീയെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടോളൂ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഇതൊന്ന് സോഫ്റ്റായി വരട്ടെ. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി ഒന്ന് സോഫ്റ്റായി ഒന്ന് കുക്കായിട്ട് വരണം. അതുവരെ ഒരു 2-3 മിനിറ്റ് ആവും അതൊന്നായി കിട്ടാൻ. കണ്ടോ, അതിൻ്റെ അത് അങ്ങനെ മോയ്സ്ചറെല്ലാം പോയി ഒന്ന് ചുങ്ങി വന്നിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് പൊടി, നല്ല ഫ്ലേവർ തരും. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളറും വരും, ആ ഒരു ഫ്ലേവറും ഒന്ന് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വരട്ടെ. അപ്പോൾ ഞാൻ ആ കയ്യിലോണ്ട് തന്നെ ഒന്നുകൂടെ തക്കാളി ഒന്ന് മാഷ് ചെയ്യാണ്. കുക്കായിട്ടുണ്ട്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടായി പനീർ ഉണ്ടാക്കാൻ തുടങ്ങാം. കടായി പനീർ അറിയാലോ, കടായിൽ വേണം ഉണ്ടാക്കാൻ. ഞാൻ നമ്മുടെ നാടൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആ കയ്യിലോണ്ട് തന്നെ അതൊന്ന് ഉടച്ചു കൊടുക്കുകയാണ്. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കടായി വയ്ക്കാം. കടായിൽ ഓൾറെഡി ഒരു ടേബിൾ സ്പൂൺ എണ്ണയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു പച്ചമുളക് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേമാതിരി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. കടായി പനീർ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കടായി തന്നെ ഉണ്ടാക്കണം കേട്ടോ, നല്ല ആ ഒരു ഫ്ലേവറും എല്ലാം കറക്റ്റായിട്ട് വരുള്ളൂ. അതിലോട്ട് കടായി മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നാൽ നമുക്ക് കാരമലൈസ്ഡ് ഓണിയൻ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെക്കാൻ പറഞ്ഞില്ലേ, പേസ്റ്റാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരമലൈസ്ഡ് ഓണിയൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പോൾ പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. കാരമലൈസ്ഡ് ഓണിയൻ മുഴുവൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മിക്സിയിൽ തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയെടുത്തു. കാരമലൈസ്ഡ് ഓണിയൻ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പം ഇനി ഞാൻ അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തക്കാളിയും വെളുത്തുള്ളി, കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി നമ്മൾ ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. കാശ്മീരി മുളകിന് എരിവ് അത്രയില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എരിവ് നോക്കിയിട്ട്, കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ എരിവ് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ഇത് പോവരുത്. കാരണം കടായി മസാല പൗഡറിലും കാശ്മീരി മുളക് പൊടിയുണ്ട്, കുരുമുളകുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ കേട്ടോ. ഞാൻ അതിലോട്ട് ക്യാപ്സിക്കും ഉള്ളി നമ്മൾ വഴറ്റി വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തു. അതേമാതിരി നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെച്ച പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കടായി പനീർ ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ മതിയെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ല കുറച്ചുകൂടെ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ
ഇനി കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കിനി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല ഇതിലും ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ ഈ വെള്ളം ഒന്ന് വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവിയിലാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് മസാലയിലോട്ട് നന്നായി ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. മസാലയെല്ലാം പനീറിലും ക്യാപ്സിക്കത്തിലും ഉള്ളിയിലും ഒക്കെ നന്നായി ഒന്ന് പിടിക്കട്ടെ. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഒന്നിരുന്ന് കുക്കായിക്കോട്ടെ, എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി വന്നോട്ടെ. അതിലോട്ട് ഒരു 2 നുള്ള അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. നോർത്ത് ഇന്ത്യൻ ഗരം മസാല വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ. അതേമാതിരി ഞാൻ ഒരു ടീസ്പൂൺ വരണ മാതിരി കസൂരി മെത്തി ഒന്ന് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ നന്നായിട്ട് വരും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ കറിയെല്ലാം നന്നായി ഒന്ന് കുറുകി ഒരു സെമി ഗ്രേവി പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിളച്ചു. ഈ ഒരു ഗ്രേവി ഇങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാനിത് സെർവ് ചെയ്യാൻ പോവുകയാണ്. കണ്ടല്ലോ, നമ്മുടെ കടായി പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ നോക്കണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.